നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ നാശം പിടിച്ചതിനെ നീ ഇവിടേക്ക് കൊണ്ടുവന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെ ചെയ്തതും. അതിന്റെ പേരിൽ നിനക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണോ? അതോ കോടതി കയറ്റണോ? നിനക്ക് എന്ത് വേണേലും ചെയ്യാം. പക്ഷേ അതിനോടുള്ള ഇനി അങ്ങോട്ടുള്ള എന്റെ പെരുമാറ്റം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നലെ വരെ അത് ശിവരാമേട്ടന്റെ മാത്രം കുഞ്ഞായിരുന്നു. എന്നാ ഇന്ന് അങ്ങനെയല്ല. ഞാനും എന്റെ സച്ചേട്ടനും നിയമപരമായിട്ട് ദത്തെടുത്ത കുഞ്ഞാവള്. നീ എത്ര ദത്തെടുത്തു എന്ന് പറഞ്ഞാലും സ്വന്തമായി വളർത്താൻ ശ്രമിച്ചാലും ആ നാശം പിടിച്ചത് ഒരിക്കലും ഡ്രൈവർ ശിവരാമന്റെ കുഞ്ഞല്ലാതായി മാറില്ല. അത് ഞങ്ങള് നോക്കിക്കോളാം. പക്ഷെ അതിനിടയില് എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയോണ്ടല്ലോ. നീ എന്നെ ഞൊട്ടും. അർച്ചനെ, നീ അതിനെ എത്ര ചേർത്ത് പിടിക്കാൻ നോക്കിയാലും ഒരു ദിവസം നിന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞങ്ങ് കൈവിട്ടു പോവും. ഞാൻ എന്റെ കുഞ്ഞിനെ നിയമപരമായിട്ട് ദത്തെടുത്തതാ. ഇനി ഒരു ശക്തിക്കും എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാനാവില്ല. പോലീസും കോടതിയും ഒന്നും അവളെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കില്ല. കഥ അറിയാതെ ആട്ടം കാണുക മോളെ നീ. നിയമപരമായി ആ കുഞ്ഞിനെ നീ ദത്തെടുത്തതൊക്കെ ഒരു പാഴ്ക്കിനാവായി മാറുന്ന ദിവസം വരും. നിന്റെ കണ്ണിന് മുൻപിലൂടെ ആ കുഞ്ഞിനെ നിനക്ക് നഷ്ടപ്പെടും. ഇത് പറയുന്നതേ അവന്തികയാ. അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നല് മാത്രം. എന്റെ കുഞ്ഞിനെ കാണുമ്പോഴുള്ള നിങ്ങളുടെ വൃത്തികെട്ട ചിന്തയുണ്ടല്ലോ, അതൊരു മാറാ രോഗമാണ്. നിങ്ങളുടെ മനസ്സിനെ കാർന്ന് തിന്നുന്ന ക്യാൻസർ. അതിന് മരുന്നില്ല. എനിക്കുള്ള അസുഖത്തിനുള്ള മരുന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നെ ചികിത്സിക്കാൻ നീ ആരാ? ഡോക്ടറോ? നിങ്ങൾക്ക് വേണ്ട നല്ല ഒന്നാന്തരം ചികിത്സ എന്റെ കയ്യിലുണ്ട്. ദാ ഈ കൈ നിവർത്തി ഒരെണ്ണം തന്നോണ്ടല്ലോ നിങ്ങൾ വട്ടം കറങ്ങി പോവും. പിന്നെ എന്താ നീ എന്നെ തല്ലാത്തത്? ധൈര്യം ഉണ്ടെങ്കിൽ തല്ല്. നിന്റെ ഉശിരി ഞാനൊന്ന് കാണട്ടെ. എന്റെ കയ്യിന്ന് പലതവണ കൈനീട്ടി വാങ്ങിച്ചിട്ടും നിങ്ങൾ ഇതുവരെ പഠിച്ചില്ല. അതെങ്ങനെയാ? ചിലര് കണ്ടാ പഠിക്കും, മറ്റു ചിലര് കൊണ്ടാലേ പഠിക്കും. നിങ്ങൾ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. നീ എന്റെ ടീച്ചർ ആവാൻ ശ്രമിക്കല്ലേ. ഈ വീട്ടിൽ നിന്നെ അനുസരിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ ടീച്ചറല്ല, വേണ്ടി വന്ന പ്രിൻസിപ്പളും ആവും. നിങ്ങളെ അനുസരിപ്പിക്കാൻ ചൂരിലെടുക്കേണ്ടി വന്നാ അതും ഞാൻ എടുക്കും. നിങ്ങൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ക്ഷമിച്ചു. കാരണം നിങ്ങൾ ഈ വീട്ടിൽ വന്ന് കയറിയ ആദ്യത്തെ മരുമകളാണ്. ആ പരിഗണന എന്നും നിങ്ങളോട് ഞാൻ കാട്ടിയിട്ടുമുണ്ട്. എന്നാ ഇനി അതുണ്ടാവില്ല. നിങ്ങൾ കാരണം എന്റെ കുഞ്ഞിനെ വേദനിച്ച ഇതുവരെ നിങ്ങളോട് കാണിച്ച ഒരു ദയയും ഇനി ഞാൻ നിങ്ങളോട് കാണിക്കില്ല. ആർക്ക് വേണം നിന്റെ ദയ? അതിനേക്കാൾ നല്ലത് സ്വയം കഴുത്തു മുറിച്ചങ്ങ് ചാവുന്നതാ. അവളും അവളുടെ ഒരു ദത്തുപുത്രി. എന്നാ ഇതുകൂടി നിങ്ങൾ കേട്ടോ. നിങ്ങൾ എന്റെ കുഞ്ഞിനെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും എന്റെ കുഞ്ഞ് ഈ നെല്ലിശ്ശേരി തന്നെ വളരും. നിങ്ങളുടെ കൺമുമ്പിൽ അവളുടെ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് മാത്രമേ ഓരോ ദിവസവും നിങ്ങൾക്ക് ഈ നെല്ലിശ്ശേരിയിൽ ഉറങ്ങാനും ഉണരാനും പറ്റൂ. കളി ഇനി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഓർത്തോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.